Kerala Law Entrance Examination 3-year LLB 2025 CLE 2025 3-year LLBയുടെയും എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്ന് ഉച്ച കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ. നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5-ാം തീയതി വൈകിട്ട് 2 മണി വരെയാണ് പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുള്ളത്. ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ടൈം 200 രൂപ കൊടുത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. പക്ഷെ കുട്ടികളെ വിളിച്ചതിൽ നിന്നും ഇപ്പോ സംസാരിച്ചതിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള എക്സാമിനേഷൻ തന്നെയായിരുന്നു 3-year LLBയുടെ എക്സാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു എക്സാം പാറ്റേൺ 3-yearന്റെ ആണെങ്കിലും 5-yearന്റെ ആണെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു ടഫ് ആയിട്ടുള്ള എക്സാം തന്നെയായിരിക്കും. കാരണം അവര് ഒരുപാട് മറ്റ് ലോ സബ്ജക്ട്സുകളൊക്കെ കാര്യമായിട്ട് നോക്കിയിട്ടുള്ളവരായിരിക്കും. മാത്സ് ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. 3-year LLBയുടെ എൻട്രൻസ് എക്സാമിനേഷനിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. GK ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ലീഗൽ GK ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് അവർക്ക് ആൻസേഴ്സ് ടഫ് ആയിരുന്നു എന്നായിരുന്നു എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഒക്കെ കുട്ടികളുടെ അടുത്ത് നിന്നും. ഇനി നിങ്ങളുടെ കമന്റ്സും കൂടി ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടല്ലോ, നമുക്ക് അവരുടെയൊക്കെ റിപ്ലൈസ് നോക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യൂ നിങ്ങൾക്ക് എക്സാം ഈസി ആണോ എന്നൊക്കെ. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ എല്ലാവരുടെയും ഒരു യൂസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും. അപ്പൊ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവർക്ക് അധികം സമയമൊന്നും കിട്ടിയില്ല ഈ ഒരു എക്സാമിനേഷന്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും അധികം പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരാളുകളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് വേണ്ട രീതിയിൽ ജൂറിസ്പ്രുഡൻസോ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ കോൺട്രാക്റ്റോ ടോർട്ടോ അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ നോക്കി എല്ലാ ഏരിയാസിൽ നിന്ന് എടുത്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തുണ്ടായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. സോ അപ്പൊ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് വലിയ കാര്യമായിട്ട് പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരു പെട്ടെന്നൊരു ടൈമിൽ വന്ന ഒരു പരീക്ഷ ആയതുകൊണ്ടും പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരാഞ്ഞതുകൊണ്ടും അതിന്റെ ഒരു കുഴപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് ആ ഒരു വിഷമം കാണും. ഈ 3-year LLBയുടെ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത അങ്ങനെയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് പഠിക്കുന്നതും കോച്ചിങ്ങിലുള്ള കുട്ടികളും ഒക്കെ. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, മിസ്സേ ഒരുപാട് പഠിച്ചു പക്ഷെ അതിൽ നിന്നൊന്നും വന്നില്ല, ആ ഒരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ ജനറലി ഒരു ലീഗൽ GK പോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് അത് നമ്മളിപ്പോ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ജനറലി നോക്കിയപ്പോ കണ്ടത്. ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഓരോന്നും നോക്കിയില്ല, ആൻസർ കീ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. സോ അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് അതൊരു വീഡിയോ ചെയ്താണ് ആൻസർ കീ വന്നു എന്നുള്ള അറിയിക്കാൻ. പിന്നെ കുട്ടികളുടെ റെസ്പോൺസ് അറിയണം തോന്നി എങ്ങനെയാണെന്നുള്ളത്. ആൻസർ കീ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം 5-ാം തീയതി വൈകിട്ട് 2 മണി വരെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ആൻസർ കീ കാൻഡിഡേറ്റ് പോർട്ടൽ വഴിയായിട്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കും. 200 രൂപയാണ് എമൗണ്ട്. അത് നീ അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്യണം നിങ്ങൾ. പക്ഷെ ആ ഒരു പേയ്മെന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ചലഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഡിലീറ്റ് ചെയ്യുക, അവർ ക്യാൻസൽ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അതെങ്കിൽ നിങ്ങൾക്ക് ആ പേയ്മെന്റ് തിരിച്ചു കിട്ടുന്നതാണ് കേട്ടോ. ബാങ്ക് ട്രാൻസ്ഫർ ത്രൂ തന്നെ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്നതാണ്. പൊതുവേ എക്സാമിനേഷൻ ഒരുപാട് പ്രിപ്പറേഷൻ നടത്തിയിട്ട് പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമം തന്നെ ആയിരുന്നു ഈ ഒരു എക്സാം എന്നാണ് പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് റാങ്ക് ലിസ്റ്റ് വരട്ടെ, മാർക്കൊക്കെ വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കട്ട് ഓഫ് എന്നൊക്കെ. 5-yearന്റെ അത്രയും പോസിറ്റീവ് റെസ്പോൺസ് അല്ല 3-yearന് കേൾക്കുന്നത്. 3-yearന് മാത്സ് ഈസി ആയിരുന്നു എന്ന് ഞാൻ കേട്ടു. ബാക്കിയുള്ള എല്ലാവരും ഒന്ന് പറയുക മാത്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ബാക്കി സബ്ജക്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ലീഗലൊക്കെ എല്ലാ സബ്ജക്ട്സും പഠിച്ചു പോയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് മാക്സിംസ് ഒക്കെ എല്ലാവർക്കും ഇതുവരെയും കേൾക്കാത്ത മാക്സിംസ് ഒക്കെ വന്നു എന്ന് പറഞ്ഞവരും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്നും പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനിലൊക്കെ ഉള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റിയോ? നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്യാൻ സാധിച്ചോ എന്നുള്ളത് ഒന്ന് പറയുക. നിങ്ങളുടെ എത്ര നെഗറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാൻ പറ്റും അവർക്കൊക്കെ ഏറെക്കുറെ എങ്ങനെയാണ് ഒരു എക്സാം മൊത്തത്തിൽ ഒരു അനാലിസിസ് എന്നുള്ളത് നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു. ടെലിഗ്രാം ചാനലിൽ നമ്മൾ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴിയായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും താങ്ക് യു.